എടി നീ വിളിച്ചായിരുന്നാ, നീ ജോലിക്ക് പോവാണോടി? എടി ഞാനുണ്ടല്ലോ ഒരു രാവിലെ ഇങ്ങ് എഴുന്നേറ്റപ്പോഴേ ഒരു ചെറിയൊരു തൊണ്ടയ്ക്ക് ഒരു കിടുകിടുപ്പ്. അപ്പൊ ഞാനങ്ങ് ഇച്ചിരി വിസ് തേച്ചിരിക്കുവാടി. എടി നീ എന്ന് കണ്ടോ നമ്മുടെ ഗ്രൂപ്പിൽ നീ ആ പടം കണ്ടോയിരുന്നോടി? വെറോനിക്കയുടെ മരിച്ചടക്കിനിട്ടേക്കണ പടം നീ കണ്ടോ? 3 ബിഷപ്പുമാര് നടുക്ക് നിക്കണം, നീ കണ്ടോ? നടുക്കത്തത് മെയിൻ, ഇപ്പുറത്തത് അഡ്ഹോക്ക്, അപ്പുറത്തത് ഓക്സിലറി, അങ്ങനെ 3 ബിഷപ്പുമാര്. പച്ചത്തൊപ്പി, ചുമന്ന തൊപ്പി, പിന്നെ നമുക്ക് ആ ഡയറി മിൽക്കില്ലേടി, ഡയറി മിൽക്കിന്റെ കളറുള്ള തൊപ്പി, അതെനിക്ക് എന്താ ഇഷ്ടമാണെന്നറിയാമോ? അങ്ങനെ 10 അച്ഛന്മാര് പ്രൗഢിയോടെ നിൽക്കണു. പിന്നെ ഇവിടെ കന്യാസ്ത്രീമാര് ഇപ്പുറത്തും ഇപ്പുറത്തും. അതിലാരാ 3ാമത് നിൽക്കണ കന്യാസ്ത്രീ ആരാന്നറിയാവോ? മദർ ജനറാള്. പിന്നെ ആ മഴ പെയ്യുന്ന സമയത്ത് ആകാശത്ത് ഒരു നീല നിറം ഇല്ലേടി, ആ നിറത്തിലുള്ള ഉടുപ്പിട്ടേക്കണ സിസ്റ്റർ, അതാരാന്നറിയോ? പ്രൊവിൻഷ്യലടി. എല്ലാം കൂടെ ഭയങ്കര സംഭവമായിട്ടടി ആ വെറോനിക്കേനെ കിടത്തിയേക്കണേ. അതിൻ്റെ ഒന്ന് പ്രൗഢി നീ കണ്ടോടി? എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടമായി. നല്ല പ്രൗഢിയോടെ അടി അവൾ കിടക്കുന്നത്. ഞാൻ ഈ പടം അപ്പം തന്നെ ഞാനങ്ങ് റോഷൻകുട്ടന് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എനിക്കിത് മതി, ഇത് ഫിക്സ്. അവൻ അപ്പം തംസപ്പ് ഇട്ടു. ഇനി ഞാൻ ഓർക്കണത് ഈ വെറോനിക്കയ്ക്ക് ഇനി ഇപ്പം നേരെ ഇവിടുന്ന് സ്വർഗത്തിലേക്ക് അടി, എക്സ്പ്രസ് അടി. അവളങ്ങനെ ഈ പറയണ ശുദ്ധീകരണ സ്ഥലത്തിലൊന്നും അവക്ക് സ്റ്റോപ്പില്ല. പിന്നെ പ്രൗഢിയോടെയല്ലേ വന്നത്. ഇതാടി നമ്മുടെ കുടുംബം എന്ന് പറയണത്, ഇതാടി. എന്നാ വെച്ചോടി, വെച്ചോന്ന് എനിക്കറിയാം, നിനക്ക് ജോലിക്ക് കയറേണ്ട സമയമായി, നീ വെച്ചോ. അപ്പം ശരിയടി. അപ്പം ഇച്ചിരി 2 മിനിറ്റ് കിട്ടുവാണെങ്കിൽ ഒന്ന് വിളിക്കണം, ഇതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് അങ്ങ് വെച്ചോളാം. ഓക്കെ.